പുട്ടുപൊടി നനയ്ക്കാനും നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടുണ്ടാക്കാനും ഒരു എളുപ്പ വഴി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടി കേട്ടോ, പുട്ടുപൊടിയാണിത്, വറുത്തതാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഇളക്കി ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പുട്ടുപൊടി. ഇനി അതൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് വീണ്ടും നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇനി ഇത് ഒരു പുട്ടുകുറ്റിയിലോ ചിരട്ടയിലോ ഒക്കെ ഒന്ന് മാവൊന്ന് അരച്ച് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ പുഴുങ്ങുന്നത്. ഇപ്പോൾ ഒരു ഇഡ്ഡലിത്തട്ടിനകത്ത് ഇതുപോലെ ഗ്ലാസ്സിലൊക്കെ നിറച്ചിട്ടൊന്ന് ചെറുതായിട്ട് തട്ടിക്കൊടുത്താൽ മതി. ഇനി ഒരു 10 മിനിറ്റൊക്കെ ഇഡ്ഡലിത്തട്ടി വെച്ചിട്ടൊന്ന് ആവി കയറ്റുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടിവിടെ റെഡി ആയി വരും കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ല. ഇപ്പോൾ